യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്തൊരു ജന്മമാണ് ഇത്. നിന്റെ ആരോഗ്യം നേരെയാക്കി എടുക്കാൻ വേണ്ടി നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ വെച്ചതല്ലായിരുന്നു ചീരു? അച്ഛനെ തടയു തരാൻ പറ്റില്ലെങ്കിൽ വെച്ചിട്ട് പോ. എനിക്കൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ വെച്ച് എന്നാൽ എന്റെ ഭാര്യയ്ക്ക് എന്തു ആവാന്നാ അവള് വിചാരിച്ചിരിക്കുന്നത്. അവൾക്ക് തോന്നിയതുപോലെ നടക്കാനാണെങ്കിൽ നീ ആരോഗ്യം ക്ഷയിച്ച് ഇവിടെ കിടന്നു പോട്ടെന്നല്ലേ ചീരു വിചാരിക്കുക? അച്ഛൻ അവളെ കൂടുതൽ നല്ല നടപ്പുകാരിയാക്കാനൊന്നും നോക്കണ്ട. അവൾ അത്രക്ക് വലിയ ശീലാവതിയാണെങ്കിൽ ഇവിടെ വന്നിരുന്ന് എന്നെ പരിചരിക്കണം. അല്ലാതെ നിന്നെ പരിചരിച്ചോണ്ടിരുന്നാ നിന്റെ ആട്ടും തുപ്പോലാതെ അവൾക്ക് വേറെ എന്താ കിട്ടുക? ചിരുവിനെ അവളുടെ കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ? നിന്റെ ചികിത്സയ്ക്കും മരുന്നിനും കാശ് വേണ്ടേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ വീണ്ടും ചീരുവിന്റെ ഓഫീസിൽ പോയി പ്രശ്നം ഉണ്ടാക്കി അവളുടെ നല്ല ജോലി കളഞ്ഞാ വീട്ടു ജോലിക്ക് പോയിട്ടാണെങ്കിലും അവൾ അവളുടെ കുഞ്ഞുങ്ങളെ നോക്കും. അത് നിനക്ക് കൂടുതൽ നാണക്കേടാകും. വിനയാ, ഭാര്യ ഓഫീസ് ജോലിക്ക് പോണോ അതോ വീട്ടു ജോലിക്ക് പോണോന്ന് നീ ഒന്നുകൂടി ആലോചിക്കുന്നത് നല്ലതാ. വീട്ടു ജോലിക്ക് പോയാൽ അവക്ക് എത്ര രൂപ കിട്ടും? അത് ഞാൻ കൊടുക്കാം. ചീരു ഈ വീട്ടിലെ ജോലികൾ ചെയ്ത് എന്നെയും കുട്ടികളെയും നോക്കി ഇവിടെ നിൽക്കട്ടെ. ഓ, നീ എത്ര കാലം അവക്ക് ചെലവിന് കൊടുക്കും? എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? 5-10 ലക്ഷം രൂപ നീ എവിടെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അത് തീർന്നാലേ ഈ തളർന്ന കൈയും കാലും വെച്ച് നീ പിച്ചച്ചട്ടി എടുത്ത് തെണ്ടാൻ തന്നെ ഇറങ്ങേണ്ടി വരും. അങ്ങനെ ഒരു ഗതികേടൊന്നും വിനയന് വരില്ല. ചീരു എന്റെ അടുത്തുണ്ടെങ്കിൽ എന്റെ ആരോഗ്യവും മനസ്സും ഒക്കെ നേരെയാവും. എനിക്ക് താമസിയാതെ ജോലി ചെയ്യാനും പറ്റും. അച്ഛൻ അവളെ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അവളുടെ ജോലി കളഞ്ഞേ നീ നിന്റെ മനസ്സും ആരോഗ്യം നന്നാക്കണ്ട. ഓ, അല്ല നന്നാക്കാൻ പറ്റുമെന്ന് നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. അതാ എല്ലാവർക്കും നല്ലത്. നിങ്ങളും അവളും ഒറ്റക്കെട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്നവരുണ്ട് ഈ നാട്ടില്. അവരെന്റെ കൂടെ നിൽക്കും. ഓ, ഇനിയിപ്പോ നീ ആളെയും കൂട്ടി ചെല്ലാത്തതിന്റെ കുറവേ ഉള്ളൂ. എടാ, നീ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും തിരിച്ചൊരു ദ്രോഹവും ചീരു ഇതുവരെ നിന്നോട് ചെയ്തില്ലല്ലോ. അതെ, അതവളുടെ കഴുത്തി കിടക്കുന്ന താലിക്ക് കൊടുക്കുന്ന വിലയാ. സഖി കെട്ട് അവളത് ഊരി വെക്കാൻ തീരുമാനിച്ച പിന്നെ നീ അവളുടെ മുമ്പിൽ വെറും ഒരു ക്രിമിനലാ. നീ ചെയ്തു കൂട്ടിയ അക്രമങ്ങളെല്ലാം കാണിച്ച് ചീരു പോലീസിലൊരു പരാതി കൊടുത്താ അതോടെ തീരും നിന്റെ എല്ലാ നികളിപ്പും. കൊടുക്കട്ടെ, പോലീസിൽ പരാതി കൊടുത്ത് അവൾ എന്നെ ജയിലിൽ അടക്കട്ടെ. എനിക്ക് ഇവിടെ കിടക്കുന്നതും ജയിലിൽ കിടക്കുന്നതും ഒക്കെ ഒരുപോലെ തന്നെയാ. അവിടെ ആവുമ്പോ ഭാര്യ കെട്ടിയൊരുങ്ങി പോകുന്നത് കാണാതെ കഴിയാലോ. അത് അവക്ക് സൗകര്യമാണല്ലോ. പക്ഷേ അഴിയെണ്ണാൻ പോകുന്ന അവസാന നിമിഷം വരെ അവളുടെ പുറകെ ഞാനുണ്ടാവും. എന്നെ അനുസരിക്കാത്ത എന്റെ ഭാര്യയെ സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ വിടുമെന്ന് ആരും കരുതണ്ട. അവളുടെ വീട്ടുകാർക്ക് പോലും അവളൊരു തലവേദനയാകാൻ പോകുന്ന അവസ്ഥ ഈ വിനയൻ ഉണ്ടാക്കി വെക്കും. എന്താ ചിരു, വന്നപ്പോ തൊട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കാം. നിനക്ക് എന്തോ ഒരു സങ്കടം പോലെ. ഒന്നുമില്ലേ ചേ. എന്നോട് നീ ഒളിക്കണ്ട. നിന്റെ മുഖം കണ്ടാൽ അറിയാം നിനക്ക് എന്തോ വലിയ വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന്. എന്തിനാ ചിരു കരയുന്നേ? അറിയില്ല രഘുവേട്ടാ, ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. ഇന്ന് അയാൾ ഓഫീസിൽ വന്നായിരുന്നു. ആര്? വിനയനോ? അതെ.
എന്നിട്ട് എന്നിട്ട് എന്താ ഉണ്ടായെന്ന് ഊഹിക്കാലോ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാൾ എന്നെ ഒരുപാട് അപമാനിച്ചു. അച്ഛനെ ഇതൊന്നും അറിയിക്കണ്ടെന്ന് കരുതിയാ ഞാനൊന്നും പറയാതിരുന്നത്. അതെന്തായാലും നന്നായി. അല്ലെങ്കിലേ അച്ഛനാകെ ടെൻഷനില്ല. ഇനിയിപ്പോ ഇതുകൂടി അറിഞ്ഞാ അച്ഛനാകെ വിഷമാവും. നിന്നെ ഓർത്ത ചെയ്തു. ഞങ്ങൾ ഓരോ കാര്യം വരുമ്പോഴും വിനയനോട് ക്ഷമിക്കുന്നത്. ഇതിപ്പോ പരുതി വിട്ടു കഴിഞ്ഞു. അതെ, ഇനി അവനോട് യാതൊരു ദയയുടെ ആവശ്യമില്ല. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അയാൾ ഒരിക്കലും നന്നാവില്ല. അയാളെ സ്നേഹിക്കുന്നവരെല്ലാം വേദനിപ്പിക്കണം എന്നുള്ള വാശി അയാൾക്ക്. എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാണെന്ന് കരുതി ഞാൻ എല്ലാം സഹിച്ചു ക്ഷമിച്ചു. പക്ഷെ ഇത് ഒരു രീതിയിൽ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള പോലെ. ഇനി ഒന്നും നോക്കണ്ട മോളെ. എനിക്ക് തോന്നുന്നത് പോലീസിലൊരു കംപ്ലൈന്റ് കൊടുക്കുന്നതാ നല്ലതെന്നാ. ആ, അത് ശരിയാ. 2 തല്ലുകൊണ്ടാലും വേദന മാറുമ്പോ അവൻ പഴയതുപോലെ തന്നെ ആവും. പിന്നെ പോലീസ് ആവുമ്പോ ഒരു ഭയമൊക്കെ ഉണ്ടാവും. അതൊന്നും വേണ്ട രഘുവേട്ട. കണ്ടോ, നിന്റെ ഈ സഹതാപമാ അവൻ മുതലെടുക്കുന്നത്. നീ കാണിക്കുന്നതിന്റെ പകുതി പോലും സ്നേഹവും കരുതലും അവൻ നിന്നോട് കാണിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഒന്നും ആലോചിക്കണ്ട. നമുക്ക് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവാം. എനിക്കും ജീവിക്കണം. എന്റെ മക്കളെ പൊന്നുപോലെ വളർത്തണം. അത് മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. പക്ഷെ അതിനും അനുവദിക്കാതെ ഇങ്ങനെ തുടർന്നോ? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാനും ചിന്തിക്കും. അതെ മോളെ, ഇനി നീ ധൈര്യം കാണിക്കണം. നീ യാതൊരു തെറ്റും ചെയ്യാത്തിടത്തോളം ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ ചിരു, ഞങ്ങളെല്ലാരും നിനക്കൊപ്പം തന്നെ ഉണ്ട്. നീ ധൈര്യമായിട്ടിരിക്കുക. അത് കൊള്ളാം. അങ്ങനെ വഴിക്ക് വാ. നീ എന്താ ഈ കാണിക്കുന്നേ? നിങ്ങൾ ചെയ്യുന്ന തന്നെ. എന്താ എനിക്കായിക്കൂടെ? രവിയേട്ടനുള്ള എല്ലാ ടെൻഷനും എനിക്കുണ്ട്. അപ്പൊ പിന്നെ ടെൻഷൻ മറികടക്കാൻ രവിയേട്ടന് കുടിക്കാമെങ്കിൽ എനിക്കായിക്കൂടെ? അത് അനുചേച്ചി മോനുമല്ലേ? ചേട്ടാ വണ്ടി നിർത്തി. ശബരീട്ട, അവർക്ക് എന്തെങ്കിലും പറ്റി കാണോ? ഒന്ന് ചെല്ല്. അനുചേച്ചി കുഴപ്പമില്ലല്ലോ അല്ലേ? ചേച്ചി, ഇല്ല ശബരി, ഒന്നും പറ്റിയില്ല. പെട്ടെന്ന് ഇങ്ങനെ വണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. അവര് ഓവർ സ്പീഡായിരുന്നു. അല്ല, ചേച്ചി മോനെയും കൊണ്ട് എങ്ങോട്ട് പോവാ? രഘുവേട്ടനെ വീട്ടിൽ പോകാൻ ഇറങ്ങിയതാ. ഓട്ടോ കിട്ടിയില്ല. ബസ് സ്റ്റോപ്പിലേക്ക് പെട്ടെന്ന് നടന്നു പോയതാ. നിങ്ങളെവിടെ പോവാ? ഞങ്ങളും രഘുവേട്ടന്റെ വീട്ടിലേക്കാ. മോനെ കൊണ്ട് ബൈക്കിൽ പോയാൽ ശരിയാവില്ല. അതാ ഓട്ടോ വിളിച്ചു വന്നത്. ചേച്ചി വാ, നമുക്ക് അതിൽ പോവാം. ചേച്ചി മോനെ വാടാ, നമുക്ക് പോവാം. എന്റെ ചേച്ചി, എന്തൊരു വരവാ വണ്ടി വന്നത്. ചേച്ചി മോനെയും കൊണ്ട് റോഡ് ക്രോസ് ചെയ്യാനൊന്നും നിക്കല്ലേ. ഞാൻ സൂക്ഷിച്ചു തന്നെയതേ വന്നത്. ആ വണ്ടി ഇങ്ങനെ പറന്നു വരുന്ന ആരെങ്കിലും കണ്ടോ? ശരി, ഇനി പറഞ്ഞ സമയം കളയണ്ട. വാ പോവാ. വാ ചേച്ചി. വാ ചേച്ചി.
ആഹാ, അമ്പിളി ചേച്ചി ചായ കൊണ്ടുവരുന്നത് കാണുമ്പോ പെണ്ണ് കാണാൻ വന്നവർക്ക് മുമ്പിൽ കല്യാണ പെണ്ണ് നാണം കുണുങ്ങി വരുന്നത് പോലെയുണ്ട്. നാണം കുണുങ്ങിയല്ല കുണുങ്ങി കുണുങ്ങി വന്നത്. ഈ കപ്പ് എക്കൂലിങ്ങി താഴെ വീഴാതിരിക്കാൻ അങ്ങനെ വന്നത്. എടുക്ക് ശബരി. ചീരുവും മഞ്ചാടിയും കൂടി ഇപ്പൊ ഇവിടെ ഉണ്ടാവണമായിരുന്നു. നിങ്ങൾ എന്തായാലും അവരും കൂടി വന്നിട്ട് പോയാ മതി അല്ലേ? ചേച്ചിക്ക് വേണ്ടേ? നീ കുടിച്ചോ. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അനുചേച്ചിയുടെ കാര്യം എങ്ങനെയാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഇന്ദ്രേട്ടൻ എന്നെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുക. ഞാൻ വിളിച്ചു പറഞ്ഞാലേ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുള്ളൂ. ഏട്ടാ താഴെ കേട്ടോ. അമ്മായിയമ്മയെ നാത്തോന് സ്ഥലം വിട്ടപ്പോ ചേച്ചിക്ക് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടിയല്ലേ? ആ, അത് എത്ര നാളത്തേക്കാണാവോ. അനുപമ ഇവിടെ സന്തോഷത്തോടെ കഴിയുന്നത് അറിഞ്ഞാലേ ആ തള്ള കയറും പൊട്ടിച്ച് ഇങ്ങോട്ട് വരും. അവരുടെ വീടെല്ലാം വിളി, അവർക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാലോ. സത്യത്തിൽ അവര് വാടക വീട്ടിലേക്ക് മാറിയത് വലിയ അത്ഭുതം തന്നെയാ. ഞാൻ വിചാരിച്ചത് അവർ അനുവിനായിരിക്കും അവിടെ നിന്ന് പോച്ച് പുറത്ത് ചാടിക്കാന്നാ. അമ്മ സോനയുടെ നിർബന്ധത്തിന് വഴങ്ങി പോയതാ രഘുവേട്ടാ. അവള് ജോലിക്ക് പോകാൻ തുടങ്ങിയ പിന്നെയാ പുതിയൊരാളായി മാറിയത്. അമ്മയും സോന താമസിയാതെ മാറ്റിയെടുത്തോളും. ആ, അങ്ങനെ ഒരു മഹാത്ഭുതം സംഭവിച്ച അന്നാണ് ചേച്ചി രക്ഷപ്പെടും. കാക്ക ചിലപ്പോ മലന്ന് പറക്കും, അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചൂന്നും വരും. എന്നാലും സുശീലാന്റി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊള്ളാലോ, എല്ലാരും വലിയ സന്തോഷത്തിലാണല്ലോ. ആ വിനയനോ, വാ വന്നിരിക്കെ. നീ തനിച്ചാണോ വന്നത്? അല്ല, ഓട്ടോ ഡ്രൈവർ കൂടെ ഉണ്ട്. എന്താ അയാളെയും കൂടി ഇങ്ങോട്ടേക്ക് വിളിക്കണോ? എനിക്ക് വേറെ ആരും ഇല്ലല്ലോ. എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും നിങ്ങളെല്ലാവരും കൂടി ഇവിടെ പിടിച്ചു വെച്ചിരിക്കുവാണല്ലോ. വിനയ, ഇവിടെ ആരും ആരെയും പിടിച്ചു വെച്ചിട്ടില്ല. ചീരു ഇങ്ങോട്ടേക്ക് വന്നതെന്താണെന്ന് നിനക്കറിയാലോ. ഇല്ല ഇല്ല, എനിക്കറിയില്ല. ഞാൻ അറിയാതെയാ അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. വിനയ, നമുക്ക് സമാധാനമായിട്ട് എല്ലാം സംസാരിക്കാം. നീ ഇങ്ങോട്ടിരിക്കേ. എടാ, നിന്നെ പോലെ ഭാര്യയും ഭാര്യ വീട്ടുകാരെയും സുഖിപ്പിച്ച് നടക്കുന്ന സ്വഭാവം എനിക്കില്ല. വിനയ, മാന്യോട്ട് സംസാരിക്കണം. ശബരി, നീ ഇപ്പോൾ ഉള്ളത് എന്റെ വീട്ടിലാ. എന്റെ വീടോ? നിനക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടോടാ? ഇത് വാടക വീടല്ലേ? എന്നാ എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ട്. ആ വീട് വിട്ട് എന്റെ ഭാര്യ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്റെ മാജിക് എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ ഭാര്യ മാത്രല്ല, നീയും അവളെ പോലെ ഭർത്താവിനെ വിട്ടിട്ടാണോ വന്നത് അനുപമേ? വിനയ, വായി തോന്നിയത് വിളിച്ചു പറയരുത്. ഞാൻ പറയുന്നതാണോ കുറ്റം? പെമ്മക്കളെല്ലാം അടുത്തിരുത്തി കഥ പറഞ്ഞ് രസിക്കാനാണെങ്കിൽ എന്തിനാ പിന്നെ അവരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ടത്? ബാക്കിയുള്ളവരെ കൂടി നാണം കെടുത്താനോ? നിനക്ക് എന്ത് നാണക്കേടാ ഞങ്ങൾ കാരണം ഉണ്ടായേ? നിന്റെ സ്വഭാവം കയ്യിലിരിപ്പും കാരണമല്ലേ ചീരും കൂടെ വന്നത്. ഞാൻ എന്റെ കയ്യിലിരിപ്പ് കാട്ടുന്നത് എന്റെ ഭാര്യയോടാ. നീയോ? ഭർത്താവുമായി വഴക്കിട്ട് വരുന്ന ഭാര്യയുടെ അനിയത്തിമാരെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നതും അത്ര നല്ല കയ്യിലിരിപ്പൊന്നും അല്ല. തോന്നിയാസം പറഞ്ഞാലേ വികലാംഗനാണോന്ന് ഞാൻ നോക്കില്ല. രഘുവേട്ട, വിട്, വഴക്കുണ്ടാക്കില്ലേ. എന്താ വിനയത്? കുറച്ചുകൂടെ മാനിയായിട്ട് സംസാരിച്ചോളൂ നിനക്ക്. എടാ, എന്നെ നീ സംസാരം ഒന്ന് പഠിപ്പിക്കട്ടെ കേട്ടാ. നിന്റെയൊക്കെ മാന്യത ഞാൻ കാണുന്നുണ്ട്. ഇവളെയൊക്കെ തലയിലെടുത്ത് വെച്ച് നടക്കാൻ നാണം ഉണ്ടോ എനിക്ക്? വിനയ, മര്യാദയ്ക്ക് സംസാരിക്കണം. വലിയ മാഷ് വളർത്തിയ മക്കളാണത്രേ. സ്വന്തം ഭർത്താവിനെ മാനിക്കാൻ അറിയാത്ത വർഗം. വിനയ, പ്ലീസ് ഒന്നും മിണ്ടാതിരിക്കേ. ഇതൊക്കെ കണ്ടിട്ട് നീ മിണ്ടായിരുന്നാ മതി. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. എനിക്കൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്റെ വീട്ടിലുണ്ടായിരിക്കണം, എന്റെ അടുത്ത്. അല്ലാതെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ മകളെ ജോലിക്കെന്നും പറഞ്ഞ് അഴിച്ചു വിട്ട് കാശുണ്ടാക്കുകയല്ല വേണ്ടത്. വിനയ, നീ എന്താ പറഞ്ഞേ? നീ ആരോടാ പറഞ്ഞേ? രഘു, വേണ്ട വേണ്ട, വിട്ടേക്ക്. രഘുവേട്ടൻ അടിക്കണ്ട. രഘു വേണ്ട. അവനെയൊക്കെ കൊല്ലുക വേണ്ട അമ്മ.
അപ്പൊ പിന്നെ കാശുണ്ടാക്കാൻ വേണ്ടിയല്ല ജോലിക്ക് വിടുന്നത്. ഇതിവിടെ നിർത്തണം. കയ്യാങ്കളി വേണ്ട. നായേ, ഈ മനുഷ്യൻ എന്റെ ആരാന്നറിയോ? ഇദ്ദേഹത്തിന്റെ മകൾ എനിക്ക് ആരാന്നറിയോ? ഇതിനു മുമ്പ് പല കാര്യത്തിനും ഞാൻ നിന്നോട് ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് നിനക്ക് മാപ്പില്ല. ഇതിന്റെ മുകളിൽ ഒരു വാക്ക് നീ പറഞ്ഞ ഓർത്തോ, അത് നിന്റെ അവസാനത്തെ വാക്കായിരിക്കും. തീർത്ത് കളയും ഞാൻ എന്റെ ഭാര്യയെ തിരക്കി പോകുന്നിടത്തൊക്കെ എനിക്ക് കിട്ടുന്നത് ആട്ടോ അടിയോ. ചിലങ്കയുടെ ഓഫീസിൽ നിന്ന് തന്നെ അടിച്ചിറക്കി. അത് ഞാനുമായിട്ട് ബന്ധമില്ലാത്തവരാണെന്ന് വിചാരിക്കാം. പക്ഷെ ഇപ്പൊ ബന്ധുക്കള് മാറി മാറി എന്നെ കൈവച്ചോണ്ടിരിക്കുക. ഇതൊന്നും വെറുതെ ആവലടാ. എന്നെ പോലെ വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്നതിന്റെ തല്ലിയതിന് നിങ്ങളോടൊക്കെ ദൈവം ചോദിക്കും. ആരും വിനയനെ മനഃപൂർവ്വം അടിച്ചതൊന്നുമല്ലല്ലോ. അതിനുള്ള സാഹചര്യം നീ തന്നെ ഉണ്ടാക്കിയെടുത്തതല്ലേ. പോട്ടെ, ക്ഷമിക്കേ. നീ പോടാ. നീ ഒരാണാണ്. അരി ഭക്ഷണം കഴിക്കുന്ന ആർക്കെങ്കിലും ഇവനോടൊക്കെ ക്ഷമിക്കാൻ പറ്റുമോ? വേണ്ടെന്നല്ലേ പറഞ്ഞത്? എടാ, ഈ വീട്ടിൽ വരുന്ന ബന്ധുവിനെ തല്ലുന്നത് വലിയ മിടുക്കൊന്നുമല്ല. നീ നിന്റെ അമ്മാവനെയും മക്കളെയും മുഴുവനായിട്ടങ്ങ് ഏറ്റെടുത്തിരിക്കുവാണെന്നല്ലേ പറഞ്ഞത്. അതിന് അവര് തന്നെ നാളെ നിനക്കത് തിരിച്ചു തരും. നീ ഇന്ന് തന്നെ എന്റെ കൈ കൊണ്ട് ചാവും. ഇറങ്ങി പോടാ. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത്? വിട്. ഞാനും കൂടി ഇവന്റെ പുറകെ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണോ? നീ ചെല്ല്. വിനയ പോ, ചെല്ല്. ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി തന്നെ ശബരി പലപ്പോഴും ഞാൻ അവനെ കൈവയ്ക്കാതെ വിട്ടത്. പക്ഷെ ഇത്തരം വൃത്തിയുടെ വാക്കുകൾ പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്തു പറഞ്ഞാലും അടിക്കരുതായിരുന്നു രഘുവേട്ട. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. പുറത്തുനിന്ന് ഒരാൾ കേൾക്കുമ്പോൾ വിനയൻ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞു പോയതിന് രഘുവേട്ടൻ അവനെ തല്ലി ഇറക്കിയേ വരും. അതെ, ഇപ്പൊ അവൻ ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റാ നമ്മൾ ചെയ്തിരിക്കുന്നത്. വിനയന് ഇനി അവൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. ഉറക്കം നഷ്ടപ്പെടുന്നത് നമുക്കാ. അതോർക്കുമ്പോഴെനിക്ക് ഏറ്റവും സങ്കടം. ഇതുവരെ ഞാൻ മാത്രം ആ മനുഷ്യനെ സഹിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ നമ്മുടെ കുടുംബത്തിന് മൊത്തം അയാളൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കും. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഞാൻ തന്നെ കണ്ടെത്തിയേ പറ്റൂ. നീ വിഷമിക്കാതെ ചേരൂ. എല്ലാ കാലവും ഒരു മനുഷ്യന് ഒരുപോലെ ആവണമെന്നില്ല. കുറച്ചു കഴിയുമ്പോ താൻ ചെയ്ത തെറ്റാണെന്ന് വിനയന് തോന്നിക്കൂടുന്നില്ല. അവൻ മാറുമെന്നാ എന്റെ വിശ്വാസം. ഓരോ കാലത്ത് ഓരോ മാരണങ്ങള് ഈ കുടുംബത്തിൽ വന്നു ചേർന്നോന്ന് ശാപം വലുതുണ്ടെന്ന് തോന്നുന്നു. കുറെ കാലം ഇന്ദ്രന്റെ അമ്മയെ കൊണ്ടായിരുന്നു ശല്യം. കുടുംബത്തിൽ എന്തെങ്കിലും നല്ല കാര്യം നടക്കുമ്പോ അതിന്റെ സന്തോഷത്തെക്കാള് സുശീലാന്റി വന്ന് അവിടെ എന്ത് കാണിക്കുന്നുള്ള ടെൻഷനായിരുന്നു കൂടുതൽ. അതുപോലെ തന്നെ ആ പരിപാടി കുളമാക്കിയിട്ടേ അവര് പോവേയുള്ളൂ. സുശീലാന്റി ഒന്ന് അടങ്ങിയപ്പോ
പകരം ആ സ്ഥാനത്ത് വിനയം വന്നു. മതി, നിർത്ത. ഇന്ദ്ര വരൂ, ഇങ്ങോട്ടിരിക്കാം. ഇന്ദ്ര ഇരിക്കുമോനെ. എന്തിനിരിക്കണം? എന്റെ അമ്മയെ പറ്റി കുറ്റം പറയുന്നത് കേൾക്കാനോ? നിങ്ങളൊക്കെ എന്റെ അമ്മയെ പറ്റി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഒരു തരം കെട്ടവനോട് ഉപയോഗിക്കുന്ന ആളാണോ എന്റെ അമ്മ? അയ്യോ ഇന്ദ്ര, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ന്യായീകരിക്കണ്ട, പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഇന്ദ്ര, അമ്പിളി വെറുതെ ഓരോ നിന്റെ ഭാര്യയ്ക്ക് എന്തും വിളിച്ചു പറയാനുള്ള ആളാണോ രഘു എന്റെ അമ്മ? നിങ്ങളൊക്കെ പ്രാഗി പാവം എന്റെ അമ്മ കുടുംബത്തിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയി തനിച്ച് താമസിക്കുക. ഇന്ദ്രേട്ടാ, എടി, ഇപ്പൊ മനസ്സിലായോ നിന്റെ വീട്ടുകാരുടെ ഒക്കെ ഉള്ളിലിരിപ്പ്? ഇവർക്കൊക്കെ എന്നെ നിന്നെ മാത്രം മതി. എന്റെ അമ്മ ഇവർക്ക് എന്നും ശത്രുവാ. അങ്ങനെയൊന്നല്ല ഇന്ദ്രേട്ടാ. അമ്പിളി ചേച്ചിയുടെ വായിന്ന് അറിയാതെ അങ്ങനെ ഒരു വാക്ക് വീണ് പോയതാ. അറിയാതെ ഒന്നും അല്ല ശബരി, അറിഞ്ഞുകൊണ്ട് തന്നെയാ. പണ്ടേ ഇവരുടെയൊക്കെ കണ്ണിലെ കരട എന്റെ അമ്മ. ഇപ്പോ ഒരു കാരണവുമില്ലാതെ എന്റെ അമ്മയെ ദുഷിക്കണമെങ്കിൽ ഇവരുടെയൊക്കെ ഉള്ളിൽ എന്റെ അമ്മയുടെ എന്തുമാത്രം പകയുണ്ടാവുന്ന ആലോചിച്ച് നോക്ക്. മോനെ ഇന്ദ്ര, അമ്പിളിയുടെ വായിന്ന് അങ്ങനെ ഒരു വാക്ക് വീണത് തെറ്റ് തന്നെ. അതിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ദയവ് ചെയ്ത് നീ അത് മനസ്സിൽ വെക്കരുത്. നെഞ്ചിക്കൊള്ളുന്നത് പറഞ്ഞിട്ട് മനസ്സിൽ വെക്കരുതെന്ന് പറഞ്ഞ എങ്ങനെയാ? എനിക്ക് എന്റെ അമ്മ കഴിഞ്ഞിട്ട് ഈ ലോകത്ത് വേറെ ആരും ഉള്ളൂ. വാ പോവാം. ഇനി നിന്നോട് വരാനല്ലേ പറഞ്ഞ? ഇന്ദ്രേട്ടാ, മോനെ വാ ഇവിടെ. ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടാ, പറയുന്ന കേക്ക്. അവൾ അറിയാതെ ഓരോന്ന് രഘുവിന്റെ മുന്നിൽ നിന്ന് മാറ്. ഞാൻ പറയുന്നത് മാറിക്കാനാ പറഞ്ഞ. വാടി. ഈശ്വര, ഏത് കഷ്ടകാലത്തിനാണോ എന്റെ നാവിന്ന് അങ്ങനെ ഒരു വാക്ക് വീണത്? നാക്കിന് എല്ലില്ലെന്ന് വെച്ച് എന്തും വിളിച്ച് പറയരുത്. ഇപ്പൊ ആ സ്ത്രീയെ കുറിച്ച് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക്? ഒരു സന്ദർഭം വന്നപ്പോ അങ്ങനെ പറഞ്ഞു പോയത് ഒരു തെറ്റൊന്നല്ല രഘുവേട്ടാ. സുശീലാന്റിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അതെ, ഇന്ദ്രൻ ആ നേരത്തെ തന്നെ കയറി വരുമെന്ന് ഞാൻ ഓർത്തോ? എല്ലാത്തിനും കാരണം ആ ശനി പിടിച്ചവനാ വിനയ. അവൻ കയറി വന്ന ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത്? നമുക്ക് പോകുന്ന വഴി വിനയന്റെ വീട്ടിലൊന്നിറങ്ങി അവനെ കണ്ടിട്ട് പോയാലോ? നമ്മൾ എന്തിനാ ഇപ്പൊ വിനയേട്ടനെ കാണുന്നത്? പുള്ളി വന്ന് കാണിച്ച കോലാഹലങ്ങളൊക്കെ നമ്മളും കണ്ടല്ലേ? അതെ, അതുകൊണ്ടാ ഒന്ന് കയറി ആശ്വസിപ്പിച്ച് പോയാലോ എന്ന് ചോദിച്ചത്. പാവല്ലേ, എല്ലാവരും ശത്രുവായിട്ട് കാണുമ്പോ അവനും വിഷമം ഉണ്ടാവില്ലേ? വിനയേട്ടന്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ടല്ലേ എല്ലാവർക്കും ആ മനുഷ്യനോട് വെറുപ്പ് തോന്നുന്നത്? ഇപ്പൊ തന്നെ ഒരു വീട്ടിൽ കയറി വന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ അയാൾ പറഞ്ഞത്? അതൊക്കെ ശരിയാ. എന്നാലും അവൻ കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടപ്പോ ഒരു വിഷമം. നമ്മളിപ്പോ ചെന്ന് രണ്ട് നല്ല വാക്ക് പറഞ്ഞ അത് വിനയന് വലിയൊരു ആശ്വാസമായിരിക്കും. എനിക്കെന്തോ അങ്ങനെയല്ല തോന്നുന്നത്. രഘുവേട്ടന്റെ വീട്ടിൽ വെച്ച് തോറ്റിറങ്ങേണ്ടി വന്നതിന്റെ ദേഷ്യം കൂടി വിനയേട്ടൻ നമ്മളോട് കാണിക്കും. ഏയ്, അതൊരിക്കലും ഉണ്ടാവില്ല. ഒരാവേശത്തിന് ചാടി പുറപ്പെടുന്നതല്ലാതെ വിനയന് അങ്ങനെ ആരോടും സ്ഥിരമായിട്ടുള്ള ദേഷ്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ അവൻ ചീരുവിനെ തിരക്കി വന്നത് അവളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കില്ലേ? ചിലപ്പോ നമ്മൾ പോയി സംസാരിച്ച വിനയ ശരിക്കും മാറിക്കൂടുന്നുമില്ല. നമുക്കെന്തായാലും അതുവഴി ഒന്ന് പോവാൻ തയ്യേ. ശരി, ശബരിയേട്ടന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. വരാനുള്ളത് വഴിയിൽ തങ്ങില്ലെന്നാണല്ലോ. ആ വാവേ, അല്ലട വാവേ. അടുത്ത ജംഗ്ഷനെ ലെഫ്റ്റ് പൊക്കോളൂ.
കുറെ കാലമായി ഞാനിത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും എന്റെ അമ്മയെ കുറ്റപ്പെടുത്തുക. അവരൊരു ദുഷ്ടയാണെന്നും ക്രൂരയാണെന്നും വരുത്തി തീർക്കുമല്ലേ നീ? എന്റെ അമ്മ ആർക്കും മുമ്പിലും തലകുനിക്കാതെ കണ്ടാൽ കണ്ടത് വെട്ടി തുറന്ന് പറയുന്നേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ളവരെ പോലെ മനസ്സിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് കാണിക്കില്ല. പോട്ടെ ഇന്ദ്ര, അത് കഴിഞ്ഞില്ലേ? അമ്പിളി എന്തും വളവളാന്ന് പറയുന്ന കൂട്ടത്തിലാ. അത് പെണ്ണുങ്ങൾക്കിടയിലെ ഒരു സംസാരമായിട്ട് കണ്ടാ മതി. പെണ്ണുങ്ങൾ മാത്രമല്ലല്ലോ, ആണുങ്ങൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. എന്റെ അമ്മയെക്കുറിച്ച് അവിടെ ആരും നല്ലത് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരോടൊക്കെ എന്റെ അമ്മ എന്ത് തെറ്റാ ഭാനുമ ചെയ്തേ? മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങൾ ഉണ്ടായിട്ടും അവരെക്കുറിച്ചൊന്നും ഒരു വാക്ക് എതിർത്ത് പറയാതെയല്ലേ എന്റെ അമ്മ ഈ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചു പോയി അവിടെ വേറൊരു വാടക വീട്ടിൽ താമസിക്കുന്നത്. അവരായി അവരുടെ പാടായി. ആരുടെയും നല്ലതിനോ ദോഷത്തിനോ എന്റെ അമ്മ വരുന്നില്ലല്ലോ. പിന്നെ ഇപ്പോ അമ്പിളിക്ക് എന്റെ അമ്മയെക്കുറിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യം എന്താ? അതും ആ വട്ടനായ വിനയനും എന്റെ അമ്മയും ഒരുപോലെയാണെന്ന് പറയാൻ അവൾക്ക് എങ്ങനെ തോന്നി? എടി, അവൻ എവിടെ നിൽക്കുന്നു, എന്റെ അമ്മ എവിടെ നിൽക്കുന്നു? എടി, നിന്റെ ചേച്ചി എന്ത് ധൈര്യത്തിലടി എങ്ങനെ പറഞ്ഞത്? അറിയാതെയാണെങ്കിലും അമ്പിളി ചേച്ചി അങ്ങനെ പറഞ്ഞത് തെറ്റ് തന്നെയാ. അതിനവിടെ എല്ലാവരും ഇന്ദ്രേട്ടനോട് ക്ഷമ ചോദിച്ചില്ലേ? ചോദിച്ചല്ലേ പറ്റൂ. അവളെ അത്ര വലിയ നെറിയാടല്ലേ പറഞ്ഞത്. എന്നിട്ടും അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞ് നീ നിന്റെ ചേച്ചിയെ ന്യായീകരിക്കുകയാണല്ലോ. അയ്യോ, ന്യായീകരിച്ചതല്ല. അമ്പിളി ചേച്ചി അമ്മയെക്കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ചേച്ചിക്ക് വേണ്ടി ഞാൻ ഇന്ദ്രേട്ടന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുക. അങ്ങോട്ട് മാറിയിക്കടി. നീ നിന്റെ വീട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യും. പക്ഷേ എന്റെ അമ്മ ഇങ്ങനെ പരസ്യമായിട്ട് അപമാനിച്ച നിന്റെ ചേച്ചിയോട് മരണം വരെ ഇന്ദ്രൻ പൊറുക്കില്ല. അതെ, നീ അവളോട് പോയി പറഞ്ഞേക്ക്. ഭാനുമേ, ഞാൻ പോവാ. എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്തേക്ക് എത്തിയാലേ എനിക്ക് സമാധാനമുള്ളൂ. എല്ലാവരും കൂടെ പ്രാഗി എന്റെ അമ്മയ്ക്ക് വല്ലതും പറ്റിയൊന്നും പോലും അറിയില്ല. അല്ല ഇന്ദ്ര,